നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചലനവും ചലന നിയമങ്ങളും അഥവാ മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ 9ാം ക്ലാസ്സിലുള്ള 3ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലുള്ള പിക്ചർ കണ്ടാൽ അറിയാം, നമുക്ക് ചുറ്റും ധാരാളം മോഷൻ ഉണ്ട് അല്ലേ, ഒരുപാട് ചലനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു നല്ലൊരു എക്സാമ്പിളാണ് നമ്മുടെ ചിത്രത്തിൽ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ നടക്കുന്ന ചലനങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ചലനങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു ഒബ്ജക്റ്റ് വെച്ചു അല്ലേ. ആ ഒബ്ജക്റ്റ് ഇപ്പോൾ ഒരു നിശ്ചലാവസ്ഥയിലാണുള്ളത്. അതിൻ്റെ മേൽ ഞാനൊരു ബലം പ്രയോഗിച്ചപ്പോൾ ആ ഒബ്ജക്റ്റ് നീങ്ങി അല്ലേ. ഒരു ബലം പ്രയോഗിച്ചപ്പോൾ ആ ഒബ്ജക്റ്റ് നീങ്ങി. ഓക്കെ, ഇനി ഇങ്ങനെ എല്ലാ തരത്തിലും ബലം പ്രയോഗിക്കുമ്പോൾ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ വസ്തു നീങ്ങുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ചിത്രം 3.2 അല്ലേ, 3.2 ഫിഗർ 3.2 ഒന്ന് നോക്കിക്കേ എല്ലാവരും. അവിടെ ഒരു മേശയുണ്ട് അല്ലേ. ആ മേശയെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളല്ല, അവിടെ 2 കുട്ടികളെ കാണിക്കുന്നുണ്ട് അല്ലേ. കുട്ടികളോ കുറച്ച് എൽഡറായിട്ടുള്ള 2 പേര്. ആ മേശയെ 2 പേര് തള്ളുകയാണ്. ഒരാൾ ഇങ്ങോട്ടേക്കാണ് തള്ളുന്നത്, മറ്റൊരാൾ ഇങ്ങോട്ടേക്ക്. അവരൊരേ ശക്തിയാണ്, തുല്യ ശക്തിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവർ 2 പേരും ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ടെക്സ്റ്റിൽ വരച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ F1 = 50 ന്യൂട്ടൺ എന്നെഴുതിയത് കാണാം. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? F1 ഒന്നാമത്തെ ബലം, അതായത് ഒന്നാമത്തെ ആൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്നുള്ള അർത്ഥത്തിലാണ് അതിന് F1 എന്ന് കൊടുത്തിരിക്കുന്നത്. എത്രയാണ്? 50 ന്യൂട്ടൺ. ന്യൂട്ടൺ എന്താണ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ്, നമുക്കറിയാം അല്ലേ. ഓക്കെ, ഇനി രണ്ടാമത്തെ ആൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് അതുകൊണ്ടാണ് അതിന് F2 എന്ന് കൊടുത്തിരിക്കുന്നത്. F2 = 50 ന്യൂട്ടൺ എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 50 ന്യൂട്ടൺ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 50 ന്യൂട്ടൺ. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ തന്നെ അറിയാം, ഈ ഒബ്ജക്റ്റ്, ഈ ടേബിൾ ഇവിടെ നിന്ന് നീങ്ങുമോ? ഇല്ല, ഇത് ഇവിടെ നിന്ന് നീങ്ങില്ല, അത് അവിടെ തന്നെ നിൽക്കും അല്ലേ. എന്തുകൊണ്ടാണ്? ഈ ഭാഗത്തുനിന്ന് 50 ന്യൂട്ടണും ഈ ഭാഗത്തുനിന്ന് 50 ന്യൂട്ടണും വരുന്നുണ്ട് അല്ലേ. അതവിടെ എന്തായി പോവാണ്? 50 ന്യൂട്ടൺ ഇവിടെ നിന്നും 50 ന്യൂട്ടൺ ഇവിടെ നിന്നും വരുമ്പോൾ അവിടെ ടോട്ടൽ ഫോഴ്സ്, പരിണിത ബലം 0 പോവുകയാണ്. എങ്ങനെയാണ് പരിണിത ബലം അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 ഫോഴ്സും കൂട്ടുകയാണ് സാധാരണ ചെയ്യുക അല്ലേ. പക്ഷെ ഇവിടെയുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, F1 എന്ന് പറയുന്നത് എന്താണ്? 50 ന്യൂട്ടൺ ആണ് അല്ലേ. 50 ന്യൂട്ടൺ. ആ 50 ന്യൂട്ടണ് ഓപ്പോസിറ്റ് സൈഡിലാണ് എന്ത് ചെയ്യുന്നത്? അടുത്ത ഫോഴ്സ് വരുന്നത് അല്ലേ. അപ്പോൾ അതിന് എന്ത് ചാർജ് അതിന് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? -50 എന്ന് കൊടുക്കണം. ഓക്കെ, ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ 2 ഫോഴ്സുകളും കൂട്ടുന്നതാണ് എന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 50 ന്യൂട്ടണും അതിൻ്റെ കൂടെ നമ്മൾ അടുത്ത ഫോഴ്സ് കൂട്ടണം. പക്ഷെ ആ ഫോഴ്സിന് നമ്മൾ ഏത് സൈൻ ഇട്ട് കൊടുക്കണം? നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. എന്തുകൊണ്ടാണ്? ആദ്യം അപ്ലൈ ചെയ്ത ഫോഴ്സിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ ഫോഴ്സ് വരുന്നത്, അതുകൊണ്ട് നമ്മൾ അതിന് നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ 50 + -50 എന്താണ്? 0 ആണ് അല്ലേ. 0 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ടോട്ടൽ ഫോഴ്സ്, പരിണിത ബലം എന്തായിപ്പോയി? 0 ആയിപ്പോയി. അതുകൊണ്ട് ഈ ടേബിൾ നീങ്ങില്ല. ഷുവർ ആണല്ലോ. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ അടുത്ത ഒരു പിക്ചർ നോക്കൂ. അടുത്ത പിക്ചർ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന പിക്ചർ തന്നെ നിങ്ങൾ നോക്കണം. ഏത് പിക്ചറാണ്? ചിത്രം 3.4 ഫിഗർ 3.4. അവിടെ എന്താണ്? 2 ആൾക്കാർ, തുല്യ ശക്തിയുള്ള 2 ആൾക്കാർ അവിടെ എന്താണ്? ആം റെസ്ലിംഗ് നടത്തുകയാണ് അല്ലേ. പഞ്ചഗുസ്തിയാണ് അവിടെ. അപ്പോൾ അതിൽ ഒരാൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് കാണിച്ചിരിക്കുന്നത്? F1 = 120 ന്യൂട്ടൺ എന്ന് കൊടുത്തിരിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? യെസ്. അടുത്ത ആൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് എത്രയാണ്? അതും എത്രയാണ്? 120 ന്യൂട്ടൺ ആണ് അല്ലേ. ഒന്നാമത്തെ ആൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്നുള്ള രീതിയിൽ F1, രണ്ടാമത്തെ ആൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്നുള്ള രീതിയിൽ F2.
120 ന്യൂട്ടനാണ്. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, രണ്ട് ഫോഴ്സും കൂട്ടുക. അപ്പം നമ്മൾ ആദ്യത്തെ ഫോഴ്സ് 120 ആണ്. രണ്ടാമത്തെ ഫോഴ്സ് 120 എന്നെടുക്കാൻ പാടുണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം? അതിനൊരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, എന്തുകൊണ്ടാണ്? ആദ്യത്തെ ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് അടുത്ത ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനൊരു നെഗറ്റീവ് സൈൻ കൊടുക്കുക. അപ്പോൾ എന്തായി? 120 പ്ലസ് മൈനസ് 120 എത്രയാണ്? യെസ്, 0 ആണ്. അപ്പോൾ ഇവിടെ ആ രണ്ട് പേരുടെ കൈയും എന്താണ്? ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ ആരുടെ കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം നമ്മളിവിടെ 2 എക്സാമ്പിൾ പഠിച്ചു. ഈ 2 എക്സാമ്പിളിലും എഫക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് പരിണിത ബലം എത്രയായിരുന്നു? 0 ആണ് അല്ലേ? ഇങ്ങനെയുള്ള ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് ഫോഴ്സ്. എന്താ വിളിക്കുക? ബാലൻസ്ഡ് ഫോഴ്സ് അല്ലേ? ബാലൻസ്ഡ് ചെയ്യുക, ബാലൻസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ് ബാലൻസ്ഡ് ഫോഴ്സ്. അതിനെ നമ്മൾ മലയാളത്തിലാണെങ്കിൽ സന്തുലിത ബലം എന്ന് വിളിക്കും. ഓക്കെ, അപ്പം എന്താണ് സന്തുലിത ബലം? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണിത ബലം 0 പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു അല്ലേ? ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? യെസ്, അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ എന്താണ് സന്തുലിത ബലം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഓക്കെ, if the total force or the resultant force on a body is 0, the applied forces are called balanced forces. Such forces can neither move a body at rest nor stop a body in motion. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിരിക്കുന്ന മറ്റ് പിക്ചേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ, ഏത് പിക്ചറാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്? അതെ, ഫിഗർ 3.1 എന്നുള്ള ഒരു പിക്ചർ ഒന്ന് നോക്കിക്കേ. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടേബിളുണ്ട് അല്ലേ? ആ ടേബിളിനെ 2 പേർ ചേർന്ന് തള്ളുകയാണ്. എങ്ങനെയാണ് തള്ളുന്നത്? 2 പേരും ഒരേ ദിശയിലേക്കാണ് തള്ളുന്നത് അല്ലേ? അപ്പോൾ F1 ഒന്നാമത്തെ ആൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അല്ലേ? F1 എത്രയാണ്? 50 ന്യൂട്ടനാണ്. രണ്ടാമത്തെ ആൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? F2 ഈസ് ഈക്വൽ ടു 50 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ 50 ന്യൂട്ടൺ 50 ന്യൂട്ടൺ. നേരത്തെ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ എന്താ സംഭവിച്ചത്? യെസ്, ഇവിടെ 2 പേരും ഒരേ ഡയറക്ഷനിലേക്കാണ് ആ മേശയെ അല്ലെങ്കിൽ ആ ടേബിളിനെ തള്ളുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ആ ടേബിൾ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് നീങ്ങും. ഉറപ്പാണല്ലോ? യെസ്, ഇവിടെയുള്ള ടോട്ടൽ ഫോഴ്സ് പരിണിത ബലം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? യെസ്, ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 ഫോഴ്സിനെയും കൂട്ടണം അല്ലേ? ഓക്കെ, 50 പ്ലസ് ഇവിടെ നമ്മൾ 50ക്ക് നേരത്തെ എന്ത് ചെയ്തു? -50 എന്നാണ് കൊടുത്തത് അല്ലേ? ഇവിടെ നമ്മൾ മൈനസ് കൊടുക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഈ 2 ഫോഴ്സും ഒരേ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ മൈനസൊന്നും കൊടുക്കണ്ട. 50 പ്ലസ് 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ. അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ ഫോഴ്സ് എത്രയാണ്? 100 ന്യൂട്ടൺ ആണ് എന്നർത്ഥം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ്, ഇനി അടുത്ത ഒരു പിക്ചർ നോക്കൂ. ഫിഗർ 3.3 ആണ് നോക്കേണ്ടത്. ഫിഗർ 3.3യിൽ എന്താണ് പറയുന്നത്? യെസ്, ഒരു ടേബിൾ അല്ലേ? എല്ലാ കാര്യങ്ങളും ടേബിളിൻ്റെ മേലെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഒരു ടേബിൾ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് നമ്മളൊരു ഫിസിക്സിൻ്റെ ടൈമിൽ പഠിക്കുന്നു എന്ന് മാത്രം. അതിലവിടെ എൽഡർ ആയിട്ടുള്ള ഒരു അഡൽറ്റ് അല്ലേ? ഒരു മുതിർന്ന ഒരാൾ തള്ളുന്നുണ്ട്. അയാൾ തള്ളുന്ന F1 ഈസ് ഈക്വൽ ടു എത്രയാണ്? 80 ന്യൂട്ടൺ അല്ലേ? 80 ന്യൂട്ടൺ ബലം ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ തള്ളുന്നത്. ഓക്കെ, ഇനി ഇപ്പുറത്തുള്ള ആൾ എത്രയാണ് തള്ളുന്നത്? F2 ഈസ് ഈക്വൽ ടു 40 ന്യൂട്ടൺ. ഇതാണ് ഇയാൾ തള്ളുന്നത്. ഒരു കുട്ടിയാണ് ഇപ്പുറത്തെ ഭാഗത്തുള്ളത് അല്ലേ? അപ്പം നമുക്കറിയാം അല്ലേ? കൂടുതൽ ബലം പ്രയോഗിക്കുന്ന ആൾ തള്ളുന്ന ഭാഗത്തേക്കാണ് മേശ നീങ്ങുക അല്ലേ? നേരത്തെയുള്ള എക്സാമ്പിളിലൊക്കെ എന്തായിരുന്നു? 2 പേരും ഒരേപോലെ തള്ളിയത് കൊണ്ടാണ് ആ മേശ എവിടെ നീങ്ങാതിരുന്നത്. ഇവിടെ
ഒരാൾ കുറച്ച് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ആൾ ഇത്തിരി കുറവാണ് അല്ലേ, കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അയാളുടെ ഫോഴ്സ് ഇത്തിരി കുറവാണ് എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഫോഴ്സ് എങ്ങനെയാണ്? 80 പ്ലസ് ഇവിടെ എന്താണ്, ഇതിനെ നമ്മൾ പോസിറ്റീവായി എടുക്കുകയാണെങ്കിൽ ഇത് അതിൻ്റെ നെഗറ്റീവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണോ വരുന്നത് അല്ലേ, -40 എന്നെടുക്കാം. അപ്പോൾ 80 പ്ലസ് -40 എത്രയാണ്? 40 ന്യൂട്ടൺ ആണ് അല്ലേ. അപ്പോൾ ഇയാൾ തള്ളുന്ന ഈ ഭാഗത്തേക്ക് ടേബിൾ മൂവ് ചെയ്യും എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി നമുക്ക് വേറൊരു പിക്ചർ നോക്കാം. ഫിഗർ 3.5 ഒന്ന് നോക്കിക്കേ. അവിടെ എന്താണ്, നമ്മുടെ ഓണാഘോഷത്തിലൊക്കെ കമ്പവലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, അതാണ് അവിടെ നടക്കുന്നത്. അവിടെ എന്താ സംഭവിക്കുക? കുറച്ച് പേര് കൂടെ വലിച്ചിട്ട് ആ ഒരു കയറിനെ വലിച്ചിട്ട് എത്രയാണ്, 400 ന്യൂട്ടണിലാണ് വലിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലുള്ള ആളാണെങ്കിലോ 300 ന്യൂട്ടണിലാണ് വലിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? യെസ്, നമുക്കറിയാം 400 കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഭാഗത്തേക്ക് ആ റോപ്പ് നീങ്ങും അല്ലേ, ആ കയറ് നീങ്ങും. ഇവിടെയുള്ള എന്താണ് ടോട്ടൽ ഫോഴ്സ് എങ്ങനെ നമ്മൾ കണ്ടെത്തുക? 400 പ്ലസ് 400 ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് മറ്റേ ടീം വലിക്കുന്നത് അല്ലേ, അതുകൊണ്ട് അതിന് നമ്മൾ എന്ത് കൊടുക്കും? നെഗറ്റീവ് സൈൻ കൊടുക്കും. അപ്പോൾ 400 പ്ലസ് -300 എന്താ ചെയ്യുക? 400-ന് 300 മൈനസ് ചെയ്യണം അല്ലേ. സൈനൊക്കെ നിങ്ങൾക്ക് അറിയാലോ, മാത്സിൽ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ എത്രയാണ്? 100 ന്യൂട്ടൺ. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പോൾ ഇവിടെയുള്ള നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായൊരു ഫോഴ്സാണ് ഇവിടെ കണ്ടത്. ഇവിടെയുള്ള ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ അൺബാലൻസ്ഡ് ഫോഴ്സാണ് നമ്മൾ കണ്ടത് അല്ലേ. അൺബാലൻസ്ഡ് ഫോഴ്സ് ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? അസന്തുലിത ബലം എന്ന് വിളിക്കും. അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ അസന്തുലിത ബലം. അപ്പോൾ എന്താണ് അസന്തുലിത ബലം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ടാക്കിയെടുക്കാം അല്ലേ. എന്താണ്, ഒരു നിശ്ചലാവസ്ഥയിലുള്ള ഒരു ഒബ്ജക്റ്റിനെ ചലിപ്പിക്കാനോ അല്ലെങ്കിൽ എന്താണ് ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരാനോ കഴിയുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അസന്തുലിത ബലം എന്ന് വിളിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലേ. ഒരു വസ്തുവിൽ അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിൻ്റെ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. When an unbalanced force is applied on a body, there will be a change in the state of rest or the direction of motion or speed. ഓക്കെ. അപ്പോൾ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്താണ്, ബാലൻസ്ഡ് ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ ആ ഒബ്ജക്റ്റിന് ഒരു മാറ്റവും സംഭവിക്കില്ല. ഇനി അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യും? മാറ്റം സംഭവിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളും മറ്റു വിഷയങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസ് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഫിഗർ 3.6 ബന്ധപ്പെട്ട ഒരു കാര്യം നോക്കാം അല്ലേ. ഇവിടെ ഒരു മേശയുണ്ട്. ആ മേശയുടെ മേലൊരു വൂഡൻ ബ്ലോക്ക് അല്ലേ, ഒരു മരത്തടി വെച്ചിട്ടുണ്ട്. അതിനെ ഒരു രണ്ട് ഭാഗത്ത് റോപ്സ് ഉപയോഗിച്ചിട്ട്, കയർ ഉപയോഗിച്ചിട്ട് രണ്ട് ഭാഗത്തും വെയിറ്റ് തൂക്കിയിട്ടിട്ടുണ്ട്. ഇവിടെയും 200 ഗ്രാമാണ്, ഇവിടെയും 200 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. When equal weights are suspended on either sides, is the force on the wooden block balanced or unbalanced? ഇവിടെ രണ്ട് ഭാഗത്തും ഈക്വൽ വെയിറ്റ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, തൂക്കിയിട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള ഫോഴ്സ് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ എന്നാണ് ചോദ്യം. ഏത് ഫോഴ്സാണ്? നമുക്കറിയാം ബാലൻസ്ഡ് ആണ് അല്ലേ. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഇനി വിൽ ദ വൂഡൻ ബ്ലോക്ക് മൂവ് ഇൻ ദ എബോവ് സിറ്റുവേഷൻ? ഇവിടെ നമുക്ക് ഈ വൂഡൻ ബ്ലോക്ക് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുമോ? ഇല്ല, മൂവ് ചെയ്യില്ല. എന്തുകൊണ്ടാണ്? രണ്ട് ഭാഗത്തും തുല്യ വെയിറ്റ് ആണ് തൂക്കിയിട്ടിരിക്കുന്നത്, അതുകൊണ്ട് മൂവ് ചെയ്യില്ല. ഇനി അടുത്ത ചോദ്യം, ആഡ് മോർ വെയിറ്റ് ടു വൺ സൈഡ്
ഈസ് ദ ഫോഴ്സ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ് നൗ? നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു 100 ഗ്രാമിൻ്റെ ഒരു ബ്ലോക്കും കൂടെ കൊടുക്കാം. അപ്പോൾ എന്തായി, 300 ഗ്രാം ആയി അല്ലേ? അപ്പോൾ എന്താ ചോദിക്കുന്നത്, ഈസ് ദ ഫോഴ്സ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ് നൗ? ഇപ്പോൾ ഫോഴ്സ് ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ? യെസ്, അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് അല്ലേ? യെസ്, നമുക്കറിയാം ഇവിടെ വെയിറ്റ് കൂടുമ്പോൾ ഇതെന്ത് ചെയ്യും, സ്വാഭാവികമായും ഇങ്ങോട്ടേക്ക് നീങ്ങും അല്ലേ? നമുക്കറിയുന്ന കാര്യം തന്നെയാണത്. യെസ്, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്, അൺബാലൻസ്ഡ്. ഈസ് ദർ എനി മൂവ്മെൻറ്റ് ഫോർ ദ വുഡൻ ബ്ലോക്ക്? യെസ്, മൂവ്മെൻ്റ് ഉണ്ട് അല്ലേ? എവിടെയാണോ വെയിറ്റ് കൂടുതൽ ആ ഭാഗത്തേക്ക് ആ ബ്ലോക്ക് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. മനസ്സിലായോ? യെസ്. ഇനി അടുത്ത ചോദ്യം എന്താണ്, if more weights are added gradually, what will be the change in the speed of motion of the wooden block? നമുക്കിവിടെ ഇങ്ങനെ എന്താ, ഗ്രാജുവൽ ആയിട്ട് ക്രമമായിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റിൻ്റെ അളവ് കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണ് അല്ലേ? ഇവിടെ നമ്മൾ തൂക്കിയിടുന്ന വെയിറ്റ് കൂട്ടി കൂട്ടി കൊണ്ടുവരികയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇതെന്ത് ചെയ്യും, കുറച്ചുകൂടെ വേഗത്തിൽ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് നീങ്ങും അല്ലേ? യെസ്. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ, എന്താണ്, ഇൻക്രീസസ് ഓർ ഡിക്രീസസ്? സ്പീഡ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ്? സ്പീഡ് ഇൻക്രീസസ്. ഓക്കെ. ഇനി ബൈ ഗ്രാജുവലി ഇൻക്രീസിങ് വെയിറ്റ് ടു ദ സൈഡ് ഹാവിങ് ലോവർ വെയിറ്റ് ക്യാൻ യു ചേഞ്ച് ദ പ്രസൻറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി വുഡൻ ബ്ലോക്ക്? എന്താ ചോദിക്കുന്നത്, ഈ കുറഞ്ഞ ഭാരമുള്ള തട്ടിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇപ്പോൾ കുറവാണ് അല്ലേ, ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഇവിടെ വെയിറ്റ് കുറവാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ക്രമേണ ഭാരം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ മരക്കട്ടയുടെ ഇപ്പോഴുള്ള ചലനദിശ മാറ്റാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. പറ്റും അല്ലേ? ഇവിടെയും നമ്മളിങ്ങനെ വെയിറ്റ് കൂട്ടി കൂട്ടി കൊണ്ടുവരാണെങ്കിലോ ഇങ്ങോട്ടേക്കുള്ള മൂവ്മെൻറ്റ് കുറയും അല്ലേ? ഇനി ഇവിടെയുള്ള അതേപോലെ വെയിറ്റ് ഇവിടെയും വെക്കുകയാണെങ്കിലോ, യെസ്, അപ്പോൾ അവിടെ എന്തായി, ബാലൻസ്ഡ് ഫോഴ്സായി മാറി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ്. അപ്പോൾ ഫിഗർ 3.6ൻ്റെ ആൻസറും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് നോക്കാം, എല്ലാ ഫോഴ്സ് നമ്മൾ പറഞ്ഞു അൺബാലൻസ്ഡ് ഫോഴ്സിനാണ് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇനി വെറും അൺബാലൻസ്ഡ് ഫോഴ്സ്, അസന്തുലിത ബലത്തിന്, എല്ലാ അസന്തുലിത ബലങ്ങൾക്കും ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ കഴിയുമോ എന്ന് നോക്കാം. യെസ്, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ, നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു എക്സാമ്പിൾ നോക്കൂ. ഒരു വലിയ ഒരു ശക്തിയുള്ള ഒരാളാണ് അല്ലേ? കാണുമ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്, അവിടെ നിന്ന് അയാളുടെ വണ്ടിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് അല്ലേ അയാൾ അതിനെ തള്ളുകയാണ് ചെയ്യുന്നത്. ഒരു വാഹനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആ വാഹനത്തെ തള്ളി നീക്കാൻ ശ്രമിച്ചാൽ ഫലം എന്തായിരിക്കും? നമുക്കറിയുന്ന കാര്യം അത്. എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല, അവിടെ വാഹനം ചലിക്കില്ല. ഇനി അതേ വാഹനത്തെ അതേ ആൾ തന്നെ പുറത്തിറങ്ങി തള്ളിയാലോ ഉറപ്പായിട്ടും വാഹനം ചലിക്കും അല്ലേ? അപ്പോൾ ആദ്യം അയാൾ പ്രയോഗിച്ചത് അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലേ? യെസ്, അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. പക്ഷേ അത് അയാൾ വണ്ടിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ അതൊരു ഇൻറ്റേർണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് അല്ലേ? ആന്തരിക ബലമാണ് അവിടെ കൊടുത്തത്. ആന്തരിക ബലങ്ങൾക്ക് വസ്തുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല. എന്തു വേണം? ബാഹ്യബലം, അസന്തുലിത ബാഹ്യബലം, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ ഒരു ഒബ്ജക്റ്റിനെ ചലിപ്പിക്കാൻ പറ്റും. അതിന് വേറൊരു എക്സാമ്പിളാണ്, ഒരാൾ ചെയറിൽ ഇരുന്നു കൊണ്ട് ചെയറിൽ ഇരുന്നു കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കാല് നിലത്ത് തട്ടാതെ അയാൾ ആ കസേരയെ പൊക്കാൻ ശ്രമിക്കുന്നു. എത്ര ഫോഴ്സ് എടുത്താലും ആ കസേരയെ പൊക്കാൻ ശ്രമിക്കില്ല അല്ലേ? എത്ര ഫോഴ്സ് എടുത്താലും ആ കസേര പൊങ്ങില്ല. ഇനി അയാൾ നിലത്ത് കാല് വെക്കുകയാണെങ്കിലോ, നിലത്ത് കാല് വെച്ചിട്ട് അത് പൊക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പൊങ്ങും. അപ്പോൾ വെറും അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ അവിടെ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് തന്നെ ആവശ്യമാണ് അല്ലേ? അസന്തുലിത ബാഹ്യബലങ്ങൾക്ക് മാത്രമേ ഒരു ഒബ്ജക്റ്റിനെ ചലിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? ഓൺലി ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ക്യാൻ കോസ് മോഷൻ. ഓക്കെ, അതാണിപ്പോൾ പറഞ്ഞത്. യെസ്, അപ്പോൾ നമ്മൾ പഠിച്ചു ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും?
ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്, ഒരു മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഒരു ബോളാണെന്നിരിക്കട്ടെ, അതിങ്ങനെ മൂവ് ചെയ്യാണ്. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ അതിൻ്റെ നേർരേഖ സമചലനത്തിൽ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ തന്നെ അല്ലേ, സമചലനത്തിൽ തുടരുന്നതിന് ഒരു ബാഹ്യബലം, അതായത് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്, അസന്തുലിത ബാഹ്യബലം ആവശ്യമാണോ? അതായത് ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അതിൻ്റെ ചലനം ഇങ്ങനെ തുടരുന്നതിന് വേണ്ടി ഒരു ഫോഴ്സ് അവിടെ ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. നമുക്ക് ഗലീലിയോ ഗലീലിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടതാണ് അല്ലേ, ടെലസ്കോപ്പ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഗലീലിയോ ഗലീലിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അതൊക്കെ നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. എന്താണ് പരീക്ഷണത്തിലുള്ളത്? യെസ്, ഗലീലിയോയുടെ പരീക്ഷണമാണ് നമ്മൾ പറയുന്നത്. ചരിഞ്ഞ 2 പ്രതലങ്ങളുണ്ട്. ആ പ്രതലത്തിൽ നിന്ന് ഒരു ബോൾ ഇങ്ങനെ ഉരുട്ടി വിടുകയാണ്. അപ്പോൾ ഇവിടെ തറയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായ ആ ബോൾ ഇങ്ങനെ വന്ന് ഇതിലൂടെ വന്ന് ഇങ്ങോട്ട് കയറിപ്പോവും അല്ലേ? യെസ്. അപ്പോൾ അത് ചിത്രം 3.8a എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 3.8b നോക്കൂ. ഇവിടെ 3.8aയിലാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുന്നു, ആ ബോൾ ഇങ്ങനെ കയറിപ്പോകുന്നു. ഇനി 3.8b ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ നിങ്ങൾ. ആ ചരിവ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ബോൾ ഇവിടെ നിന്ന് ഉരുട്ടി വിടുന്നു, ഇങ്ങോട്ടേക്ക് കയറിപ്പോകുന്നു അല്ലേ? ഇവിടം വരെ എത്തുന്നതായിരിക്കും. യെസ്, പിന്നെയും സ്ലൈഡ് കുറയ്ക്കുന്നു, ചരിവ് കുറക്കുന്നു. അപ്പോൾ ബോൾ കൃത്യമായി ഇവിടെ ഇങ്ങേ അറ്റത്ത് വരെ എത്തുന്നുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? അവിടെ ബോളിന് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കവർ ചെയ്യേണ്ട ദൂരം കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? ബോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, ഇവിടം വരെ എത്തി, ഇവിടം വരെ എത്താൻ ഒരു ദൂരം കവർ ചെയ്യണമല്ലോ, ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യണമല്ലോ. യെസ്, അതിൻ്റെ ചരിവ് കുറച്ചു, അപ്പോൾ കൂടുതൽ ദൂരം കവർ ചെയ്യണം അല്ലേ? വീണ്ടും ചരിവ് കുറച്ചു, കൂടുതൽ ദൂരം കവർ ചെയ്യണം. വീണ്ടും ചരിവ് കുറച്ചു, വീണ്ടും കൂടുതൽ ദൂരം കവർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇനി ഈ സ്ലോപ്പ് അല്ലെങ്കിൽ ആംഗിൾ 0 ഡിഗ്രി ആക്കി എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്, ചരിവ് തീരെ കുറച്ചു. അപ്പോൾ ഇവിടുന്ന് ഈ ബോളിനെ ഉരുട്ടി വിട്ടാൽ അതിങ്ങനെ ഉരുണ്ട് ഇങ്ങനെ പോവും അല്ലേ? ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഉരുണ്ടു പോവാൻ അതിന് എന്തെങ്കിലും ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടതായ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇവിടുന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് അതിങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യും? ഈ ഒരു പ്ലെയിനിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യും. അതിന് നമ്മൾ ആ മൂവ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഇവിടെ പോയിട്ട് ഇങ്ങനെ തള്ളിക്കൊടുക്കുമോ? എന്തെങ്കിലും വേണോ? വേണ്ട അല്ലേ? അതാണ് ഗലീലിയോ കണ്ടെത്തിയത്. ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നേർരേഖ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. ഇതിങ്ങനെ ഇവിടുന്ന് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതൊക്കെ നമുക്കതിന് മായ്ച്ചു കളയാം. ഓക്കെ, സ്ലോപ്പ് 0 ആക്കിയതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ അതിൻ്റെ നേർരേഖ സമചലനത്തിൽ തുടരുന്നതിന് നമ്മളൊരു പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? എങ്ങനെ? അതിങ്ങനെ അനന്തമായി പോയിക്കൊണ്ടിരിക്കുമോ? അനന്തമായി പോയിക്കൊണ്ടിരിക്കേണ്ടതാണ്. ആരില്ലെങ്കിൽ? യെസ്, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ ആരാ കൊടുക്കുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇവിടെ തറ കൊടുക്കും അല്ലേ? ഈ ഫ്ലോർ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ബോൾ എന്ത് ചെയ്യുന്നത്? അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് എന്തെയാണ്? മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശാസ്ത്ര തത്വങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് സർ ഐസക് ന്യൂട്ടൺ, നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരാണ് സർ ഐസക് ന്യൂട്ടൺ. ഇദ്ദേഹത്തിൻ്റെ ഈ ശാസ്ത്ര തത്വങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് പുതിയ മോഷനുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ കണ്ടെത്തിയത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.